പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രാരംഭ പ്രാർത്ഥന. ഞങ്ങളുടെ ആശ്രയമായ വിശുദ്ധ സെബസ്ത്യാനോസേ, ജീവിത ക്ലേശങ്ങളും ഭാരങ്ങളുമായി സജീവ വിശ്വാസത്തോടെ ഓടിയണിഞ്ഞിരിക്കുന്ന ഞങ്ങളെ അങ്ങേ കരങ്ങളിൽ ആശ്വസിപ്പിക്കുന്നു. അങ്ങേ അനുഗ്രഹിച്ച് ഞങ്ങളുടെ സഹോദരങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ആത്മീയ ചൈതന്യം ഞങ്ങൾ തരണമെന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധി എന്ന പുണ്യത്യാളർക്ക് സ്നേഹിച്ച് ആജീവനാന്തം ശുദ്ധത പാലിച്ചതും വിശുദ്ധ സെബസ്ത്യാനോസ് നിർമ്മലമായ ജീവിതം കാഴ്ചവയ്ക്കുവാനും ലോകന സാഹചര്യങ്ങൾ വിട്ടുനിന്ന് ജീവിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധ പര്യായമായി ഉല്ലസിക്കുവാൻ തുണയായിരിക്കുകയും ചെയ്യുന്നു. ക്രിസ്തു മൗലിക ശരീരമായ തിരുസഭയെ അതിനും സ്നേഹിക്കുകയും സകല കഴിവുകളും സഭയുടെ സേവനത്തിനായി എത്തിക്കുകയും ചെയ്ത വിശുദ്ധ സെബസ്ത്യാനോസ് അങ്ങേ സ്വർഗീയ മാധ്യസ്ഥാൽ ദൈവജനത്തെ കാത്തുപാലിക്കുന്നു. 50 വയസ്സ് പ്രാണവേദന അനുഭവിച്ച വേളയിലും സത്യവിശ്വാസമേറ്റു പറഞ്ഞ് രക്തസാക്ഷിത്വം വരിച്ച മഹാധീരനായ വിശുദ്ധ സെബസ്ത്യാനോസ് ഞങ്ങൾ സഭയ്ക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്തുകൊള്ളാമെന്ന് ഒരിക്കൽ കൂടി വാഗ്ദാനം ചെയ്യുന്നു. സഭയ്ക്കെതിരായി നീങ്ങുന്ന ശക്തി നേരിടുവാനുള്ള ആത്മീയ ധൈര്യം ഞങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ മാതൃക അനുകരിച്ച് ദൈവസ്നേഹത്തിൽ പരസ്പര സ്നേഹത്തിൽ വർദ്ധിക്കുവാനും കടമകളെ വിശ്വസ്തപൂർവ്വം നിർവഹിച്ച് നല്ല ബന്ധം ധരിച്ച് സ്വരാജ്യം ഭാവിക്കുവാൻ അനുഗ്രഹം തന്നുകയും ചെയ്യണമേ. ആമേൻ. കൃതജ്ഞത പ്രാർത്ഥനകൾ. ഞങ്ങളെ അനന്തമായി സ്നേഹിച്ചുള്ള മാനുഷിക ജീവൻ തന്ന് അനുഗ്രഹിക്കുകയും അനാദി മുതൽ യേശുവിൽ തിരഞ്ഞെടുത്ത് ദൈവമക്കളാക്കിയതെന്ന് വിശുദ്ധ സെബസ്ത്യാനോസിനെ മാധ്യസ്ഥം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. രഹസ്യവും പരസ്യവുമായി പാപങ്ങൾ ചെയ്ത് ഹൃദയ സമാധാനം നഷ്ടപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ ക്ഷമിച്ചും സ്നേഹം പ്രകടിപ്പിച്ചും ഞങ്ങളെ അനുഗ്രഹിച്ചതിന് വിശുദ്ധ സെബസ്ത്യാനോസിനെ മാധ്യസ്ഥം വഴി കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അത്യാഗ്രഹത്തിൽ നിന്നും കെടുമരണത്തിൽ നിന്നും അത്ഭുതമാവിധം രക്ഷപ്പെടുത്തിയതിനും ശാരീരികാരോഗ്യവും മാനസിക സൗഖ്യവും നൽകി അനുഗ്രഹിച്ചതിനും വിശുദ്ധ സെബസ്ത്യാനോസിനെ മാധ്യസ്ഥം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നല്ല മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും നല്ല കൂട്ടുകാരെയും ഉപകാരികളെയും താൻ അനുഗ്രഹിച്ചതിന് വിശുദ്ധ സെബസ്ത്യാനോസിനെ മാധ്യസ്ഥം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അനുദിന ജീവിത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ കഴിഞ്ഞതിനും നമ്മോട് പകവച്ച് പുലർത്തിയ വ്യക്തികളോടും സമൂഹത്തോടും ക്ഷമ കാണിക്കുവാൻ കഴിഞ്ഞതിനും വിശുദ്ധ സെബസ്ത്യാനോസിനെ മാധ്യസ്ഥം വഴി കർത്താവേ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, അതിവൃഷ്ടിയിൽ നിന്നും കീടബാധയിൽ നിന്നും ഭൂജലത്തിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും പകർച്ചവ്യാധിയിൽ നിന്നും ഞങ്ങളെ
സുരക്ഷിതമായി കാത്തു പരിപാലിച്ച് അനുഗ്രഹിക്കുന്നതിന് വിശുദ്ധ സെബസ്ത്യാനോസിനെ മാധ്യസ്ഥം വഴി അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. നവനാജപം ഏറ്റെല്ലാം ജീവിത മാതൃകയാൽ ലോകത്തെ പ്രഭാപൂരിതമാക്കുവാൻ ക്ലേശങ്ങൾ സഹിച്ച് വിശുദ്ധ സെബസ്ത്യാനോസേ എളിമയുടെയും വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും അനുസരണയുടെയും ഉത്തമ മാതൃക അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അന്ധകാരബദ്ധമായ ജീവിതയാത്രയിൽ ഞങ്ങളുടെ വിശ്വാസത്തോടും ദുഃഖഭാരത്തോടും കൂടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും മനോവേദനകളിലും രോഗങ്ങളിലും നൈരാശ്യത്തിലും അങ്ങ് ഞങ്ങൾക്ക് രക്ഷാസംഗീതമായിരിക്കണമേ. പരസ്പരം ക്ഷമിക്കുവാനും ജീവിതക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ നിർമ്മല മാനസരായി ജീവിക്കുവാനും ആശ്വാസത്തിന്റെയും നന്മയുടെയും കിരണങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായി പരിണമിക്കുവാനും ഉപയോഗിക്കണമേ. ഞങ്ങളെ അങ്ങ് സംരക്ഷിക്കുകയും നേർവഴിയിലൂടെ നടത്തുകയും എല്ലാവിധ വിപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണം. അപേക്ഷിക്കുന്നവരെ കൈവിടാത്ത മഹാ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ സെബസ്ത്യാനോസേ ഈ നൊവേനയിൽ പങ്കുകൊണ്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങൾ നിശബ്ദമായി നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയമങ്ങളെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹായുടെ സഹായത്താൽ സാധിച്ചു തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരുന്ന സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ മറിയുന്ന സുസ്ഥികർത്താവുന്നതിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് അനുഗ്രഹിക്കപ്പെടാവുന്നു. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രൈസ്തവ ജീവിതത്തിൽ മാതൃക നൽകി ജീവൻ കരുതി വേദസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിനെ മാധ്യസ്ഥ സഹായം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉന്നത സ്ഥാനം ഉപേക്ഷിച്ച് ധീരമായി സേവനം ചെയ്ത വിശുദ്ധ സെബസ്ത്യാനോസ് അങ്ങേ സ്വർഗീയ മാധ്യസ്ഥ ദൈവജനത്തിന് സമാധാനവും സംരക്ഷണം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലൗകിക മോഹങ്ങൾ പരിഹരിച്ച് ആജീവനാന്ത നിർമ്മല ജീവിതം കാഴ്ചവെച്ച വിശുദ്ധ സെബസ്ത്യാനോസ് ഞങ്ങളുടെ ജീവിതാവസ്ഥയെ മനസ്സിലാക്കി അവയ്ക്ക് അനുയോജ്യമായ സുഹൃത്ത് ജീവിതം നയിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ സംരക്ഷണത്തിനായി വളരെ പീഡനങ്ങളേറ്റ് രക്തസാക്ഷിയായി തീർന്ന മഹാധീരനായ വിശുദ്ധ സെബസ്ത്യാനോസ് അങ്ങയുടെ മാതൃക അനുകരിച്ച വിശ്വാസത്തിന് വേണ്ടി ക്ലേശങ്ങൾ ത്യാഗങ്ങൾ സഹിക്കുവാനുള്ള വരമരുണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പകർച്ചവ്യാധിയിൽ നിന്ന് അത്ഭുതകരമായ ആയിരങ്ങളെ രക്ഷിച്ച വിശുദ്ധ സെബസ്ത്യാനോസ് അങ്ങയുടെ പ്രത്യേക മാധ്യസ്ഥ ശക്തിയാൽ എല്ലാവിധ ശാരീരിക
രോഗം നിന്നും മാനസിക ക്ലേശങ്ങളിൽ നിന്നും കാത്തു പാലിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉണർവുള്ള വിശ്വാസത്തോടെ അവിടുത്തെ നൊവേനേൽക്കാൻ സംബന്ധിക്കുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾ ഏതെല്ലാം ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നുവോ അവയ്ക്കെല്ലാം മാർഗദർശനവും സഹായം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിലും മറ്റു ലഹരി പാനീയങ്ങളിലും മുഴുകി കുടുംബത്തിനും നാടിനും തന്നെ ശാപമായി തീർന്നിരിക്കുന്ന മക്കൾ സമ്പൂർണ്ണ വിധങ്ങൾ അനുഭവിക്കണമെന്ന് വിശുദ്ധ സെബസ്ത്യാനോസിനെ മാധ്യസ്ഥനെ കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും സന്മാർഗത്തിൽ ചരിക്കുവാൻ നന്നായി പഠിക്കുവാനും വേണ്ടി കൃപ കൊടുക്കണമെന്ന് വിശുദ്ധ സെബസ്ത്യാനോസിനെ മാധ്യസ്ഥനെ കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രായമായിട്ട് വിവാഹം നടക്കാതെ ഈർഭയും മനസ്സുമായി കഴിയുന്ന എല്ലാവരുടെയും വിവാഹ തടസ്സമായി അനുയോജ്യമായ പങ്കാളികൾ കൊടുക്കണമെന്ന് വിശുദ്ധ സെബസ്ത്യാനോസിനെ മാധ്യസ്ഥനെ കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇടവകയുടെ രോഗികൾ ആസനമെന്ന് എന്നിവരെ കാത്തു പരിപാലിക്കണമെന്നും പാപവഴികളിൽ നിന്ന് അപകട സാഹചര്യങ്ങളിലും ചരിക്കുന്നവരെ നേരായ മാർഗങ്ങളിലേക്ക് നയിക്കണമെന്ന് വിശുദ്ധ സെബസ്ത്യാനോസിനെ മാധ്യസ്ഥനെ കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ രക്തസാക്ഷിയും ദൈവജനത്തിന്റെ സംരക്ഷകനും മാറാരോഗങ്ങളുമായ വിശുദ്ധ സെബസ്ത്യാനോസെ, അങ്ങനെ കരുണയിൽ അഭയം തേടി വന്നിരിക്കുന്ന ദാസിദാസന്മാരിൽ തന്നെയാണ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ നാടിനെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും രക്ഷിക്കണമേ. അങ്ങനെ മാധ്യസ്ഥാൽ ഞങ്ങൾക്കുറപ്പുള്ള വിശ്വാസവും ക്ലേശങ്ങളിൽ സഹനശക്തിയും പ്രാപിച്ചിരുന്നവേ എല്ലായ്പ്പോഴും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ നിങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്ഥനായ ദൈവപിതാവേ, ലോകരക്ഷകനായ ദൈവപുത്ര, പരിശുദ്ധരൂപിയായ ദൈവമേ, ത്രിത്വൈക ദൈവമേ, വേദസാക്ഷിയിൽ രാജ്ഞിയായ പരിശുദ്ധ മാതാവേ, വിശുദ്ധ സെബസ്ത്യാനോസെ, നന്മയുടെ വിളനിലമായ വിശുദ്ധ സെബസ്ത്യാനോസെ, വേദനരക്കങ്ങൾ പീഡ അനുഭവിക്കുന്നവരെ ധൈര്യപ്പെടുത്തിയ വിശുദ്ധ സെബസ്ത്യാനോസെ, ജ്ഞാനത്താൽ പ്രകാശിച്ച വിശുദ്ധ സെബസ്ത്യാനോസെ, യേശുവിന്റെ സ്നേഹവാചനമായ വിശുദ്ധ സെബസ്ത്യാനോസെ, റോമാ ചക്രവർത്തിയുടെ കടനായകനായിരുന്നിട്ടും ദൈവസേവനത്തിൽ വിശ്വസ്തനായിരുന്ന വിശുദ്ധ സെബസ്ത്യാനോസെ, ഞങ്ങൾ സങ്കേതവും ആശ്രയവുമായ വിശുദ്ധ സെബസ്ത്യാനോസെ, തന്റെ ജനത്താൽ നർമ്മോന നൽകി വിശുദ്ധമാക്കിയ വിശുദ്ധ സെബസ്ത്യാനോസെ, തിരുസഭയ്ക്ക് സഹായമായിരുന്ന വിശുദ്ധ സെബസ്ത്യാനോസെ, സുവിശേഷ വെളിച്ചത്തെ പ്രസംഗിച്ച വിശുദ്ധ സെബസ്ത്യാനോസെ, അടക്കളത്തിൽ എന്ന പോലെ ആത്മീയ സമരത്തിലും അതിശക്തനായ വിശുദ്ധ സെബസ്ത്യാനോസെ, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവനായിരുന്ന വിശുദ്ധ സെബസ്ത്യാനോസെ, വേദസാക്ഷി മകുടം ചൂടിയ വിശുദ്ധ സെബസ്ത്യാനോസെ, ദൈവത്തിന് മനുഷ്യർക്കും ഏറ്റവും പ്രിയങ്കരനായ വിശുദ്ധ സെബസ്ത്യാനോസെ, മാരകരോഗിൽ നിന്ന് ഭക്തരെ സംരക്ഷിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസെ, രോഗികൾക്ക് ആശ്വാസം കൊടുത്ത വിശുദ്ധ സെബസ്ത്യാനോസെ, നിരവധി അസുഖങ്ങളാൽ വ്രണപ്പെട്ട വിശുദ്ധ സെബസ്ത്യാനോസെ, അസാമാന്യ ധൈര്യത്തോടെ രാജാവിനെ കുറ്റപ്പെടുത്തിയ വിശുദ്ധ സെബസ്ത്യാനോസെ, ക്രൂരമായി അടിമേറ്റ് മരണം കൈവരിച്ച വിശുദ്ധ സെബസ്ത്യാനോസെ, ദൈവസ്നേഹത്തിൽ ജീവാർപ്പണം ചെയ്ത വിശുദ്ധ സെബസ്ത്യാനോസെ, അജ്ഞാനികളിൽ ജ്ഞാനവെളിച്ചമായി പ്രകാശിച്ച വിശുദ്ധ സെബസ്ത്യാനോസെ, മനം തുടങ്ങിയവർക്ക് സാന്ത്വനമായി ഭവിച്ച വിശുദ്ധ സെബസ്ത്യാനോസെ, ലൗകികാസക്തികൾ അതിജീവിച്ച വിശുദ്ധ സെബസ്ത്യാനോസെ, സഹനത്തിലൂടെ സ്നേഹസാക്ഷിയായി ഭവിച്ച വിശുദ്ധ സെബസ്ത്യാനോസെ, അത്ഭുത പ്രവൃത്തിയായ ഈശ്വരകൃപയെ സാക്ഷ്യപ്പെടുത്തിയ വിശുദ്ധ സെബസ്ത്യാനോസെ, ദരിദ്ര കർണാടക സ്നേഹിതനായ വിശുദ്ധ സെബസ്ത്യാനോസെ, സ്വതന്ത്രത്തിൽ വിശ്വസ്ത പാലിച്ച വിശുദ്ധ സെബസ്ത്യാനോസെ, ലോകപാപം എന്നേക്കും ദൈവത്തിന്റെ കുഞ്ഞാടെ, ലോകപാപം എന്നേക്കും ദൈവത്തിന്റെ കുഞ്ഞാടെ, ലോകപാപം എന്നേക്കും ദൈവത്തിന്റെ കുഞ്ഞാടെ, ഈശോയുടെ വാഗ്ദാനത്തിന് യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന് ധീരത നൽകിയിരുന്നു.
വിശുദ്ധന്റെ സഹായം അപേക്ഷിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും ജീവിത പ്രശ്നങ്ങളിൽ പോയായിരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ഒരിക്കൽ വിശുദ്ധനോടൊത്ത് സ്വർഗരാജ്യത്തിൽ അനവരതം അവിടുത്തെ വാഴ്ത്തി സ്തുതിക്കുവാൻ കൃപയുള്ളവയും ചെയ്യുന്നു. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ദിനത്തിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് നമ്മുടെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ഇന്ന് അഴുശ്ശേരി അൾത്താരയെ മുത്തമിടുന്ന കാറ്റഗിസം ഡയറക്ടർ ഫാദർ ബെൻസിഗർ ശിവദാസിനെ ഇടവകയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് വേണ്ടി വചന
അൾത്താരയിൽ സന്നിഹിതനായിരിക്കുന്ന ഫാദർ വിജീഷ് പി ഡെന്നീസ് അച്ഛനെയും ഇടവകയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തങ്ങളുടെ സാന്നിധ്യവും പ്രാർത്ഥനയും കൊണ്ട് ഈ തിരുനാൾ ദിനത്തിൽ നമ്മളെ അനുഗ്രഹിക്കുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സഹവൈദികരെയും ഹാർദവമായി അഴുവശ്ശേരി അൾത്താരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹിതരെ, നമ്മുടെ സ്വർഗീയ മധ്യസ്ഥന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചുള്ള തിരുനാൾ വിളികളിൽ നമ്മുടെ ഇന്നത്തെ നിയോഗ പ്രാർത്ഥനകൾ കുടുംബ സമാധാനം വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാമിനാഥൻ ബേനീഷിന്റെ കുടുംബ നിയോഗം, രോഗസൗഖ്യത്തിനായ വിശുദ്ധ മാധ്യസ്ഥ അപേക്ഷിക്കുന്ന ദേസ്യ എന്നവരുടെ നിയോഗത്തിന് വേണ്ടിയും വിവാഹ തടസ്സമാകുവാൻ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന വർഗീസ് എന്നവരുടെ നിയോഗത്തിന് വേണ്ടിയും രോഗസൗഖ്യത്തിനായി വിശുദ്ധനെ മാധ്യസ്ഥം യാചിക്കുന്ന സിബി എന്ന സഹോദര നിയോഗത്തിന് വേണ്ടിയും വീട് പണി പൂർത്തിയാകുവാൻ ഒരു വിശ്വാസിയുടെ നിയോഗത്തിന് വേണ്ടിയും ജോലി തടസ്സപ്പെടുന്ന നിയോഗത്തിന് നമുക്ക് ഈ വേളയിൽ പ്രാർത്ഥിക്കാം. ഒപ്പം ഈ തിരുനാൾ വേളയിൽ നമ്മുടെ ഇടവക സമൂഹത്തിന്റെ ഏക സ്വപ്നമായ പുതിയ ദേവാലയങ്ങളുടെ സ്വപ്നത്തെയും നമുക്ക് ജീവയാത്രയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെയും നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുനാൾ വേളയിൽ ഭക്തിയോടെ കാണിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ക്രിസ്തുനാഥനിൽ ഏറെ സ്നേഹ ബഹുമാനമുള്ള സഹോദര വൈദികരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനാശംസകളും നേരുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസിനെ ധ്യാനിച്ച ഈ വിഷ്ണുവിലൂടെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ച് ഈ പെരുന്നാൾ ഒരു കുടുംബമായി ആഘോഷിക്കുമ്പോൾ അർപ്പിക്കുമ്പോൾ സെബസ്ത്യാനോസിനെ പോലെ ധീരതയോടെ വിശ്വാസത്തിനു വേണ്ടി നിലകൊള്ളുന്നവരായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഏറെ ആകർഷിക്കപ്പെടുന്ന ഒരു വസ്തുത, തന്നെ പീഡിപ്പിച്ച ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ മുന്നിൽ ചെന്ന് സുവിശേഷം പ്രഘോഷിക്കുവാനും ക്രിസ്തു സ്നേഹത്തിലേക്ക് ഈ ചക്രവർത്തിയെ കൊണ്ടുവരുവാൻ സെബസ്ത്യാനോസ് കാണിച്ച ഒരു തീക്ഷ്ണതയുണ്ട്. അതായത് പാപിയുടെ ശിരസിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ ഉണ്ടാക്കുവാനായിട്ട് തന്നെ തന്നെ അവസാനം വരെ അർപ്പിക്കുന്ന ഒരു മനോഭാവം. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്ഷമ, അല്ലെങ്കിൽ ക്ഷമയോടുകൂടി മറ്റുള്ളവരെ ദൈവത്തോട് ചേർത്ത് നിർത്തുവാനായിട്ട് നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങൾ എത്രയാണ്, എന്റെയും നിങ്ങളുടെ വിശ്വാസ തീക്ഷ്ണത എന്താണ് എന്ന് ആത്മശുദ്ധ ചെയ്യാം. എന്നും ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ട ഈ വിശുദ്ധനെ പോലെ ജീവിത സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും, എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും, വിമർശനങ്ങൾ നേരിട്ടാലും ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുവാനുള്ള ഒരു ഹൃദയം എനിക്ക്, എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക് നൽകണമേ എന്ന് ഏത് വിശിഷ്യ
ഈ ജൂബിലി വർഷത്തില് 2025 തിരുപ്പിറവി ആണ്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ യേശുനാഥന് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം അവന് വേണ്ടി കുറച്ചുകൂടി തീക്ഷ്ണതയോടുകൂടി സാക്ഷികളാകുക എന്നത് മാത്രം തന്നെയാണ്. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാൻ ചെയ്തു പോവുകയാണ്. എല്ലാ പാപങ്ങളെയും മൊത്തം മനസ്സരിച്ച് ദൈവകരുണയ്ക്കായി നമുക്ക് യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ദൈവത്തിനു മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ.
പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മഹനീയ മാതൃകയായി ഉദ്ബോധിതരായി മനുഷ്യരെ കാണുവാൻ അങ്ങയെ അനുസരിക്കുവാൻ ഞങ്ങൾ പരിശീലിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യും അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 17-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് അരുളിച്ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശക്തൻ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. അവന് ഋതുഭേദം ഉണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഓരോ നിലത്ത് അവൻ വസിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്തു നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിന്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. കർത്താവിന്റെ വചനം. കർത്താവിൽ തന്റെ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവിൽ തന്റെ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാനാണ്. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസരുടെ പീഡകളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവിൽ തന്റെ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാനാണ്. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. കർത്താവിൽ തന്റെ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാനാണ്. ദുഷ്ടർ ഇങ്ങനെയല്ല, കാട്ടു പറത്തുന്ന പതിര് പോലെയാണ് അവർ. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാനാണ്. നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്. നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർദ്ധിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യമാണ്.
എന്നാൽ നിത്യ പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങൾ ആഹ്ലാദിക്കുകയും സന്തോഷിച്ച് പ്രതീക്ഷിച്ചാലും സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം നൽകാനായിരിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷമായ കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു അപ്പോസ്തലന്മാരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്നെന്നു ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവന്റെ വചനം ശ്രമിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറുസലേം എന്നിവിടങ്ങളിൽ തൈൻ, സീദോൻ എന്നീ പ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ച് കൂടി. അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുൾ ചെയ്തു, ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. ഇപ്പോൾ കരയുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറത്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷ്ടനായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുകയും സന്തോഷിച്ച് തുള്ളിച്ചാടുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വരുന്നതായിരിക്കും. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് ചെയ്തത്. എന്നാൽ സമ്പന്നരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ ദുഃഖിച്ചു കഴിയും. മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം. അവരുടെ പിതാക്കന്മാർ വ്യാജ പ്രവാചകന്മാരോടും അങ്ങനെ തന്നെയാണ് ചെയ്തത്. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സ്വീകരിച്ച പ്രിയമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, സെബസ്ത്യാനോസിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കുഞ്ഞുമക്കളെ, വിനോദച്ചൻ എന്നോട് കുർബാനയ്ക്ക് വരണമെന്നും പ്രസംഗിക്കണമെന്നും ബിഷപ്പ് വരുന്നില്ല എന്നിങ്ങനെ അച്ഛനോട് പറഞ്ഞ മുതൽ അച്ഛനോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, എല്ലാ വർഷവും ഞാൻ നെന്മാറ വരാറുണ്ട്, എല്ലാ വർഷവും ഒരു പ്രസംഗം പ്രസംഗിക്കാറുണ്ട്. ഇപ്രാവശ്യം നല്ല അച്ഛന്മാരൊക്കെ വിളിച്ച് മാറ്റിക്കൊടുത്തേക്ക് ആരെങ്കിലും കിട്ടിയില്ല എങ്കിൽ അവസാനം ആരെയും കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം കറങ്ങി തിരിഞ്ഞ അച്ഛന്മാരെ കിട്ടിയെങ്കിലും തിരിഞ്ഞ് തിരിഞ്ഞ് അവസാനം മുന്നിലേക്ക് എത്തി. സാരമില്ല, അല്പം നിങ്ങൾ സഹിക്കുക. നിങ്ങളുടെ വിധി, എന്റെ വിധി മാത്രമല്ല, നിങ്ങളുടെ വിധി എന്നെ സഹിക്കാനാണെങ്കിൽ അത് തിരുത്താനായിട്ട് ആരെക്കൊണ്ടും സാധിക്കില്ല. പ്രിയമുള്ളവരെ, നമ്മൾ സെബസ്ത്യാനോസിന്റെ തിരുനാൾ വളരെ ആഘോഷമായിട്ട് ഇവിടെ നമ്മൾ കൊണ്ടാടുകയാണ്. ഒത്തിരി ഒരുക്കങ്ങൾ നമ്മൾ നടത്തി. ബാഹ്യമായ ഒരുക്കങ്ങളായിക്കോട്ടെ, ആത്മീയമായ ഒരുക്കങ്ങളായിക്കോട്ടെ, എല്ലാത്തിന്റെയും പൂർത്തീകരണം. ഇന്ന് ഈ തിരുനാളിന്റെ ദിവസം ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് കാണുന്ന ആഘോഷങ്ങളൊന്നുമല്ല, നടത്താൻ പോകുന്ന തേരുപ്രദക്ഷിണമൊന്നുമല്ല, കഴിഞ്ഞ നൊവേദനകളൊന്നുമല്ല. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബലിയാണ് ഈ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ നിന്നാണ് നമ്മൾ ഏറ്റവും വലിയ ഊർജം സ്വീകരിക്കേണ്ടത്. ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ മനോഹരമായിട്ട് സുവിശേഷത്തിന്റെ മുന്നിലുള്ള ആ വാചകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആഹ്ലാദിക്കും, സന്തോഷിച്ച് കുതിച്ചാടുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നമ്മളൊക്കെ സാധാരണ എന്ത് ചെയ്യണം? ലാഭം നോക്കാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? മിക്കവാറും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും ലാഭം നോക്കാതെ ചെയ്യാറുണ്ടോ?
അല്ലേ? ഏകദേശം നമ്മൾ ഒരു വീട് വയ്ക്കാൻ പോകുമ്പോഴും അത്യാവശ്യം ലാഭം നോക്കും, ഒരു വണ്ടി വാങ്ങാൻ പോകുമ്പോൾ അത്യാവശ്യം ലാഭം നോക്കും. മിക്കവാറും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ കടയിൽ ഷോപ്പിംഗ് പോകുമ്പോഴത്തേക്കും ഓഫർ ഉണ്ടോ 2 എണ്ണം എടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഓഫർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആവശ്യമില്ലാത്ത സാധനമാണെങ്കിൽ പോലും നമ്മളത് എടുക്കും. കാരണം എന്താണ്? ഓഫർ ഉണ്ട്, ലാഭമാണ്, പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗപ്പെട്ടാലോ. എന്ത് നമുക്ക് ലാഭമായിട്ട് കണ്ടാലും നമ്മളത് നേടാനായിട്ട് ശ്രമിക്കും. നഷ്ടമാണെങ്കിൽ നമ്മൾ അതിന് നൈസായിട്ട് ഒഴിവാക്കും. ഇതാണ് നമ്മൾ സാധാരണ ഒരു മനുഷ്യ പ്രവണത. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ പെട്ടുപോകുന്നത്. ഇപ്പൊ പത്രം നോക്കിയാൽ ടി വി നോക്കിയാലും പകുതിയിലേക്ക് വണ്ടി വാങ്ങാൻ പോയവര്, ലാപ്ടോപ്പ് വാങ്ങാൻ പോയവര്, തയ്യൽ മെഷീൻ വാങ്ങാൻ പോയവരൊക്കെ പെട്ടിരിക്കുകയാണ്. ലാഭം നോക്കി പോയവരൊക്കെ പെട്ടിരിക്കുകയാണ്. മിക്കവാറും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുമ്പോഴും നമ്മളിങ്ങനെ ഒരു ലാഭം ഇച്ഛിക്കാറുണ്ടോ? നമ്മൾ എന്തിനെങ്കിലും ഒക്കെ ലാഭം ഇച്ഛിക്കാറുണ്ടോ? എനിക്ക് എന്തെങ്കിലുമൊക്കെ ഞാനിത് ചെയ്താൽ എനിക്കിത് കിട്ടും എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഞങ്ങളൊക്കെ പള്ളി വയ്ക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഡൊണേഷൻ ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ ഇത്ര ലക്ഷം തരുന്നെങ്കിൽ എന്ത് ചെയ്യും? പേര് നമ്മൾ അതിനെ കുത്തിരിക്കും. 5 ലക്ഷത്തിന് മുകളിൽ തരുന്നവരുടെ പേര് മുകളിൽ ഏറ്റവും കൂടുതൽ കൊടുത്താനുള്ള പേര് ഏറ്റവും മുകളിൽ വരും. ഇങ്ങനെ താഴെ 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 പേര് വരും. പള്ളിയിലൊക്കെ പേരൊക്കെ വിളിച്ചു പറയുമ്പോഴത്തേക്കും ഒരു സന്തോഷമായിരിക്കും. നമ്മുടെ കുടുംബമൊക്കെ പേരൊക്കെ വിളിച്ചു പറയുമ്പോഴത്തെ ഇന്ന കുടുംബം ഇത്ര ലക്ഷം കൊടുത്തു. നിങ്ങൾ പള്ളി വെക്കാൻ പോകണമെന്നറിയാം, അതുമായി ബന്ധപ്പെട്ടൊന്നും പറയുന്നില്ല, നമ്മൾ കൊടുക്കണം, അത് വേറെ കാര്യം. ഇത് ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യാശയുണ്ട്, ഒരു പ്രതിഫല ആഗ്രഹമുണ്ട്. മിക്കവാറും നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് ലാഭം ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രതിഫലം നമുക്ക് ഇവിടെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം എനിക്ക് ഇവിടെ തന്നെ എന്റെ പേര് വിളിച്ചു പറഞ്ഞ് എനിക്ക് അതിനുള്ള എല്ലാ ക്രെഡിറ്റും കിട്ടണം. അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് സ്വർഗത്തില് നമുക്ക് ദൈവം നൽകണം എന്ന് ആഗ്രഹിക്കുന്ന പ്രതിഫലം കിട്ടാൻ. നമ്മൾ എത്ര പേരാണ് ഇവിടെ ക്രിസ്ത്യാനികൾ ക്രിസ്തു ശിഷ്യർ ആ ബുദ്ധി അച്ഛൻ രണ്ടാമത് ചോദിക്കുന്ന അറിയാം. അതുകൊണ്ട് ഒന്നാമത് കൈവക്കാതെ പകുതി പേരും കൈ നാട്ടിരുന്നു, രണ്ടാമത് ചോദ്യത്തിന് കൈതൂക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്കറിയാം ക്രിസ്ത്യാനി ആരാണ്. നമ്മൾ മാമോദിസ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളാണ്, അതിന് മാറ്റമൊന്നുമില്ല. എങ്ങനെയാണ് നമ്മൾ ക്രിസ്തു ശിഷ്യന്മാരാകുന്നതിലാവോ? മാമോദിസ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഇന്ന് പള്ളിയിൽ പോയില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനികളാണ്. ഇപ്പൊ എനിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ഏകദേശം പേര് 95% പേരും ക്രിസ്ത്യാനികളാണ്, മാമോദിസയിലൂടെയും പള്ളിയിൽ പോകുന്നതിലൂടെയും ഒക്കെ. പക്ഷെ അപ്പോൾ നമ്മൾ എപ്പോഴാണ് ക്രിസ്തു ശിഷ്യനായി മാറുന്നത്? അതും അറിയാമല്ലേ, ക്രിസ്തു പറഞ്ഞ കാര്യങ്ങള് നമ്മൾ പാലിക്കുമ്പോൾ, ചെയ്യുമ്പോൾ, ബൈബിള് വായിക്കുമ്പോൾ നമ്മൾ ആരാകുന്നു? ക്രിസ്ത്യാനികളാകുന്നു അല്ലേ? ബൈബിൾ പറയുന്ന കാര്യങ്ങള് ക്രിസ്തു തന്റെ സഹോദരനെ സ്നേഹിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ ആരാകുന്നു? ക്രിസ്തു ശിഷ്യനാകുന്നു അല്ലേ? ഈ രണ്ടിനും മുകളിൽ വേറൊരു സംഭവമുണ്ട്. എന്താണെന്നറിയാമോ? മിഷണറിമാരാണ്. ക്രിസ്ത്യാനികൾക്ക് വളരെ എളുപ്പമാണ്, ക്രിസ്തു ശിഷ്യരാവുക കുഴപ്പമില്ല, സാധ്യമാണ്, നമ്മളെ കൊണ്ടൊക്കെ ഒരുവിധം സാധിക്കും. പക്ഷേ ഈ മിഷണറി ആവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെയൊക്കെ വിശുദ്ധന്മാരും രക്തസാക്ഷികളും ഒക്കെ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരായിരുന്നു മിഷണറിമാര്. അവർക്ക് എല്ലാവർക്കും ഒരു ലാഭം പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥൻ ആരാണ്? വിശുദ്ധ സെബസ്ത്യാനോസ് ഒരു ലാഭപ്രതിയായിരുന്നു. അറിയാവോ? അദ്ദേഹം ഏറ്റവും വലിയ ജോലി കിട്ടി, സൈന്യാധിപനായിട്ട് ജോലി കിട്ടിയിട്ട് അവിടെ വിജിലൻസ്, അവരുടെ ഭാഷ പറഞ്ഞാൽ ആ സമയത്തുള്ള ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ജോലി കിട്ടിയ മനുഷ്യനാണ് സെബസ്ത്യാനോസ്. അദ്ദേഹത്തിന്റെ ലാഭം അടുത്തും രാജാവിനെ പ്രീതിപ്പെടുത്തിയിട്ട് ഒരു പ്രൊമോഷൻ വാങ്ങണം എന്നായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ലാഭപ്പൊതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ആത്മാവിന് മാത്രമല്ല, ഇവിടെ തടവറയിൽ കിടക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. അവരൊക്കെ നാളെ മരിക്കാൻ പോകുന്നു, മറ്റന്നാൾ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചു കിടക്കുകയാണ്. പേടിച്ചു കിടക്കുമ്പോൾ മരിക്കാൻ പോകുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സ് മാറുമല്ലേ? എത്ര വലിയ കൊലയാളിയാണെങ്കിലും, എത്ര വലിയ ക്രൂരനാണെങ്കിലും
ജയിലില് നാളെയാണ് മരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ മിക്കവാറും പേർക്കും ഒരു മാനസാന്തരം ഉണ്ടാകും. കാരണം മരണം അടുത്ത് വരികയാണ്. ഭയങ്കര പേടിയായിരിക്കും. മരണത്തിന്റെ ആ ഒരു വേദന നമുക്ക് അതിനേക്കാളും വലിയൊരു ഭയമില്ല അല്ലേ? ഏറ്റവും വലിയ ഭയം എന്ത് ഭയത്തിന്റെ ഭയമാണ്? മരണഭയമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുള്ളത് എപ്പോഴാണ്? നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാർ മരിച്ചു പോകുമ്പോഴാണ്. അപ്പോൾ തലമുറയിൽ കിടക്കുന്ന ക്രിസ്ത്യാനികള് മരണത്തിന് തൊട്ട് മുമ്പായിട്ട് ഈ പേടി കാരണം മനസ്സ് മാറാനൊരു ചാൻസ് ഉണ്ട്. അവര് ക്രിസ്തുവിനെ തള്ളിപ്പറയാനൊരു ചാൻസ് ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട്. ഈ പോസിബിലിറ്റി കണ്ടറിഞ്ഞിട്ട് മലയാളിയായ സെബാസ്റ്റ്യാനോസ് അവരുടെ ഇടയിൽ പോയിട്ട് പറയുകയാണ്, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്. നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം പകർത്തരാൻ വേണ്ടി വരികയാണ്. ഇതാണ് സെബാസ്റ്റ്യാനോസിന്റെ ധീരത. അവിടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇത് രാജാവിനോട് ആ നിമിഷം പറയുകയാണെങ്കിൽ സെബാസ്റ്റ്യാനോസിന് ഉറപ്പായിരുന്നു മരിക്കുമെന്ന്. എപ്പോ? അത് മാത്രമാണ് സംശയം. പടയാളിയാണ്, ചെറുപ്പക്കാരനാണ്, ഏതെങ്കിലും ഒരു ദിവസം പിടിക്കപ്പെടുന്ന ഉറപ്പായിരുന്നു. എപ്പോ പിടിക്കപ്പെടും? അത് മാത്രമാണ് സംശയം. അദ്ദേഹം ഇങ്ങനെ പക്ഷെ പേടിച്ചില്ല. മരണത്തെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ഭയവും ഇല്ലായിരുന്നു. ചങ്ങൂറ്റത്തോടു കൂടെ അദ്ദേഹം പോയിട്ട് ഓരോ മനുഷ്യരെയും മാനസാന്തരപ്പെടുത്തി പിടിച്ചിരുത്തുകയാണ്. മക്കളെ, നിങ്ങൾ നിൽക്കുക. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എങ്ങാനും നിങ്ങൾ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞിട്ട് മരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് തള്ളിപ്പറഞ്ഞിട്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകും. എത്ര ദിവസം കൂടിപ്പോയാൽ ഒരു 100 വർഷം ജീവിക്കുമായിരിക്കും. എന്നൊരു മരണമില്ലേ, ആ സമയത്ത് നിനക്ക് അവിടെ വിധിയുണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിരിച്ചിട്ട് നീ മരിച്ചോ സാരമില്ല, രക്തസാക്ഷിത്വം ചൂടിക്കോ സാരമില്ല, നിനക്ക് അവൻ അവിടെ നിനക്കുള്ള ലാഭം, നിനക്കുള്ള പ്രതിഫലം അവൻ അവിടെ കരുതി വെക്കും. ഇതാണ് സെബാസ്റ്റ്യാനോസ് അവർക്ക് പകർന്നു കൊടുത്ത ധൈര്യം. ഇന്ന് നമ്മുടെ സമൂഹത്തിലും ധൈര്യം ഒത്തിരി പേർക്ക് വരുന്നില്ലേ? മനസ്സ് മരവിക്കുമ്പോൾ ഒരു ധൈര്യം അറിയാമോ? മനസ്സ് മരവിക്കുമ്പോൾ തിരുവനന്തപുരത്ത് അടുത്ത കാലം നിങ്ങൾ എല്ലാവരും കേട്ട കാര്യമായിരിക്കും. ഒരു മകൻ സ്വാതന്ത്ര്യം, അപ്പനെനിക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പൻ സ്വാതന്ത്ര്യം തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പനെ കഴുത്ത് വെട്ടിക്കൊല്ലുന്നു. ധൈര്യം വേണം അല്ലേ? സ്വന്തം അപ്പൻ അല്ലേ കുഞ്ഞിനെ അവനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് അവനൊരു നിലയിലെത്തണമെന്ന് ആഗ്രഹിച്ച അവന്റെ അപ്പനെ വെട്ടിക്കൊല്ലണമെങ്കിൽ അവനൊരു ധൈര്യം വേണം. മനസ്സിന്റെ മരവിപ്പിൽ നിന്ന് വരുന്ന ധൈര്യമാണ്. ഈ ദിവസങ്ങളിലെ ഏറ്റവും കൂടുതൽ ടിവിയിൽ കാണുന്ന വാർത്തയാണ് റാഗിങ് ചെയ്തുകൊണ്ട് സഹപാഠികളെ. ഇവർക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടാണല്ലേ? ഒരു ദ്രോഹവും ചെയ്യാത്ത സ്വന്തം കൂട്ടുകാരെയാണ് റാഗിങ് എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ശാരീരികമായി ഇത്രയധികം പീഡനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം അമ്മ മക്കളെ, സ്വന്തം അപ്പൻ മക്കളെ കൊല്ലുന്നു. അന്ധവിശ്വാസങ്ങളുടെ പേരിൽ എത്ര കൊലപാതകം, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ദുരഭിമാന കൊല, എത്ര എണ്ണം അല്ലേ? ഇതിനും വേണം ധൈര്യം. എന്തിന്റെ ധൈര്യമാണ്? മരവിച്ച മനസാക്ഷിയുടെ ധൈര്യം. അതുകൊണ്ടുവരെ ക്രിസ്തു ആഗ്രഹിക്കുന്ന ധൈര്യം ഇതല്ല. ക്രിസ്തു ആഗ്രഹിക്കുന്ന ലാഭവും ഇതല്ല. ഇതൊക്കെ ചെയ്തിട്ട് അവസാനം എന്താ നേടുന്നത്? എന്താ നേടുന്ന അവസാനം? കർത്താവിന്റെ വിധി ദിവസം എന്താ കിട്ടാൻ പോകുന്നത്? നമ്മളെയൊക്കെ പ്രതീക്ഷയില് നിത്യ നരകമല്ലേ? എന്താ കിട്ടാൻ പോകുന്നത്? നിത്യനരകം മാത്രമാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഈ പള്ളിയിലായിരിക്കുന്ന നമ്മളെല്ലാവരും ഞാൻ സാധാരണ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ വരുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ ഭൂമിയിൽ ഒരു ലാഭവും നേടാൻ വേണ്ടിയല്ല. നമ്മൾ ഈ ഭൂമിയിൽ എന്തൊക്കെ ലാഭങ്ങൾ നേടിയാലും, എന്തൊക്കെ നമ്മളെ വെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ചാലും അവസാനം എന്തുണ്ടാകും? നമ്മുടെ ആത്മാവ് മാത്രമേ നമ്മൾ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുണ്ടാകുള്ളൂ. നമ്മളെല്ലാം വെട്ടിപ്പിടിച്ചിട്ട് നമ്മൾ അതിനെ നഷ്ടപ്പെടുത്തിയാലുണ്ടല്ലോ, അതൊരു വലിയ നഷ്ടമായിരിക്കും, വൻ ദുരന്തമായിരിക്കും. നമ്മൾ ഈ തിരുനാളൊക്കെ ആഘോഷിക്കുമ്പോൾ ഓരോ തിരുനാൾ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? ഓരോ തിരുനാളും നമുക്ക് നൽകുന്ന പാഠം നമ്മുടെ പുണ്യാളനിലൂടെ ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്തിരിക്കണമെന്നും ഒരു മിഷണറി ആകണമെന്നുമാണ്. എന്താണ് യഥാർത്ഥത്തിൽ മിഷണറി ആവുക എന്ന് പറയുന്നത്? നമ്മൾ കേൾക്കുമ്പോൾ സാധാരണ കേൾക്കാൻ ഇവിടുന്ന് ആൾക്കാർ നോർത്തിലേക്ക് മിഷണറി ആയിട്ട് പോയി, അമേരിക്കയില് ആഫ്രിക്കയില് മിഷണറി ആയിട്ട് പോയി, പണ്ട് ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ആൾക്കാർ ഇന്ത്യയിലേക്ക് മിഷണറി ആയിട്ട് വന്നു. കേൾക്കുമ്പോൾ എളുപ്പമുള്ള കാര്യമായിരിക്കും, പക്ഷേ അത് പ്രവർത്തിക്കത്തിൽ വരുമ്പോൾ വലിയ
എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ മിഷണറി ആവുക എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. എന്ത് ചെയ്യുക? ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. നമ്മൾ ചെയ്യണം. കാറ്റീസം ക്ലാസ്സിൽ കാറ്റീസം ടീച്ചേഴ്സ് കുഞ്ഞുങ്ങൾക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കണം. വീട്ടിലെ അപ്പനും അമ്മയും മക്കൾക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കണം. പള്ളിയിലെ പുരോഹിതൻ അവിടെ തന്നെ വിശ്വാസികൾക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കണം. അവരുടെ വാക്കുകൊണ്ട് പകർന്നു കൊടുക്കാൻ പോരാ, ജീവിതം കൊണ്ട് പകർന്നു കൊടുക്കണം. ഏറ്റവും വലിയ ഇതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗം നമ്മുടെ നാവ് നമ്മുടെ ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിക്കുക. നമ്മൾ ചില ആൾക്കാരുടെ മുഖത്ത് നോക്കി ചിരിക്കും, മുഖത്ത് നോക്കി നല്ല കാര്യങ്ങൾ പറയും, പുറകെ നിന്നിട്ട് ഒറ്റ കുത്തായിരിക്കും അല്ലേ? പുറകെ നിന്നിട്ട് നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ കാലിൽ വീടുമ്പോഴുമായിരിക്കും അതേ മനുഷ്യൻ പുറകെ പോയിട്ട് നമ്മളെ വേദനിക്കുന്ന തരത്തിൽ നമ്മളെ കുത്തിക്കൊല്ലാൻ ആ മനുഷ്യർക്ക് സാധിക്കും. കർത്താവ് ഏറ്റവും വെറുക്കുന്നത് കപടനാട്യക്കാരെയാണ്. നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? മുഖത്ത് നോക്കി പറ, സാരമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ കർത്താവ് പറയുന്നുണ്ട്, നമ്മുടെ തേൻ മധുരമൂർന്ന ഭാഷയിൽ സംസാരിച്ചിട്ട് അതേ മാധുര്യമുള്ള വാക്കുകൾ കയ്പായിട്ട് നമ്മളിലേക്ക് തുറച്ചു കയറ്റുമ്പോൾ ഉണ്ടാകുന്ന വേദന അതല്ല ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുക. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഒരാളെ കുറിച്ച് നന്മ പറയുമ്പോൾ അവിടെ നമ്മൾ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുക. കാരണം എന്താണ്? എന്നെ മാത്രമല്ല ദൈവത്തിന്റെ ഛായ സൃഷ്ടിച്ചത്, എന്റെ കൂടെയുള്ള എല്ലാവരെയും ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിച്ചതാണ്. ദൈവമുള്ളവരെ, എന്റെ പ്രസംഗം അവസാനിക്കുന്ന മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മള് വിശുദ്ധന്മാരുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൃപകൾ മാത്രമല്ല ചോദിക്കേണ്ടത്, അനുഗ്രഹങ്ങൾ മാത്രമല്ല ചോദിക്കേണ്ടത്, എന്നെയും ഈ വിശുദ്ധനെ പോലെ ഒരു വിശുദ്ധനാക്കണമേ എന്നാണ്. എന്നെയും ഈ രക്തസാക്ഷിയെ പോലെ ഒരു രക്തസാക്ഷിയാക്കണം എന്നാണ്. എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും അമ്പ കുത്തിക്കൊല്ലണമെന്നോ അല്ലെങ്കിൽ ഗത കൊണ്ട് അടിച്ചുകൊള്ളണമെന്നല്ല. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുമോ ഇല്ലയോ? ഒറ്റ കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കും. നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചാലും, എത്ര വിശുദ്ധമായ ജീവിതം ജീവിച്ചാലും, എത്ര മോശമായ ജീവിതം ജീവിച്ചാലും, ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കും. അതെന്നാണ് ദിവസം? ഇന്നാണോ? നാളെയാണോ? അടുത്ത ആഴ്ചയാണോ? അടുത്ത വർഷമാണോ? 10 വർഷം കഴിഞ്ഞാണോ? 20 വർഷം കഴിഞ്ഞാണോ? നമുക്ക് അറിയില്ല. ഏറ്റവും വലിയ ദുരിതം അതാണ്, നമുക്ക് അറിയില്ല എന്നാണ് ദിവസം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പിതാവ് ബൈബിളിൽ പല സമയത്ത് പറയുന്നുണ്ട്, ജാഗരൂകരായിരിക്കും. എല്ലാവരും ജാഗരൂകരായിട്ട് എല്ലാം റെഡിയായിട്ട്, ഇന്നാണെങ്കിൽ എന്ന് ഞാൻ റെഡിയായ കർത്താവേ എനിക്ക് സ്വർഗം സ്വന്തമാക്കാൻ സാധിക്കും, അതിനുള്ള എല്ലാ സാധനങ്ങളും എന്റെ പെട്ടിക്കകത്ത് റെഡിയാണ് എന്ന വിശ്വാസത്തോടു കൂടി ഇരിക്കണം. നമ്മുടെ വിശുദ്ധനെ പോലെ, ആരെ പോലെ? സെബസ്ത്യാനോസിനെ പോലെ മരണം വന്നപ്പോഴത്തേക്കും ഭയന്ന് പേടിച്ചോടിയില്ല. 2 രക്തസാക്ഷിത്വം ആകുമെന്ന പറയുന്നത്. രക്തസാക്ഷിത്വം 2 പ്രാവശ്യം കൂടി വിശുദ്ധൻ നമ്മുടെ വിശുദ്ധൻ. ഒരിക്കൽ മരണം വന്നു, അവിടെ രക്ഷപ്പെട്ട് പുറത്തു പോയിട്ട് വീണ്ടും നെഞ്ചു വിരിച്ചു വന്ന് മരണത്തെ നേരിട്ട ആ വിശുദ്ധന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ നമ്മള് മരണത്തിന്റെ അറ്റം വരെ പോകേണ്ട ജീവിച്ചിരിക്കുന്ന ആൾ. നമ്മുടെ നാവ് കൊണ്ട് ഒരൊറ്റ മനുഷ്യരെ കുറിച്ച് കുറ്റം പറയാതെ, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ആരെയും വിധിക്കാതെ, നമ്മുടെ നാവ് കൊണ്ട് പരദൂഷണത്തിന്റെ ഒരു കണിക പോലും പറയാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? നമ്മുടെ ഹൃദയം കൊണ്ട് ആരെയും വെറുക്കാതെ സ്നേഹിക്കാൻ സാധിക്കുമോ? ഈ 2 കാര്യം മാത്രമേ. ബാക്കി എല്ലാം പറയുമെന്നുള്ളൂ. ബാക്കി എല്ലാ കൽപ്പനകളും നിങ്ങൾ മാറ്റി വെച്ചുകൊള്ളുക. ഈ 2 കാര്യം മാത്രം. നമ്മുടെ ഹൃദയം കൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുമോ? നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറിച്ചുള്ള നന്മ പറയാൻ സാധിക്കുമോ? എളുപ്പമുള്ള കാര്യമല്ലേ? എളുപ്പമുള്ള കാര്യമാണോ? 2 കാര്യം എന്തൊക്കെയാണ്? ഹൃദയം കൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാനും, അതിനെ കൊണ്ട് എല്ലാവരെയും കുറിച്ച് നന്മ പറയാനും സാധിക്കുമോ? അങ്ങനെയൊക്കെ സാധിച്ചിരുന്നെങ്കിൽ ലോകമൊക്കെ എങ്ങനെ സ്വർഗമായി പോയതിനെ. അപ്പൊ നമുക്ക് സാധിക്കും, പക്ഷെ നമ്മൾ ശ്രമിക്കാറില്ല എന്നാണ് സാധിക്കും. കാരണം നമുക്ക് സമയം പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ബെസ്റ്റ് ടൈം പാസ് എന്താണ്? അതാണ് കുറ്റം പറിച്ചില്ലേ?
അതിനേക്കാൾ ടൈം പാസ് നമുക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അറിയാം തെറ്റാണ്, എന്നാലും സമയം കൊണ്ട് അയച്ചു. അതുകൊണ്ട് ആരെങ്കിലും കുറിച്ച് കുറ്റം പറഞ്ഞാലേ പറ്റുള്ളൂ. അറിയാം വേണ്ടാന്ന് സംസാരിക്കാറുണ്ട്, പോയിട്ട് കുറ്റം പറഞ്ഞു പോയിന്ന് ക്ഷമിക്കുമായിരിക്കും. വീണ്ടും അറിയാം, പക്ഷെ എന്നാലും എന്താണ് 2-3 പേരെ ഒരുമിച്ച് കൂടുന്നു, അവിടെ എന്തുണ്ടാകും? എന്തുണ്ടാകും? പരദൂഷണം ഉണ്ടാകും, സ്വാഭാവികമാണ്. ഇതാണ് മനുഷ്യമായിട്ടുള്ള നമ്മളൊരു കാര്യം. എന്നാലും സാധനങ്ങൾ കർത്താവേ, മനുഷ്യനാണ്, ബലഹീനാണ്, ബലത്തോട് തട്ടിപ്പോകാറുണ്ട്. എന്നാലും ഇതൊക്കെ ഒന്ന് ഇതിന്റെ അപ്പുറത്തേക്ക് വരാനായിട്ട്, ഇതിന്റെ അപ്പുറത്ത് വരാൻ വേണ്ടിയല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് ഈ ഒരു ചെറിയ പരദൂഷണത്തിന്റെയും കുറ്റപ്പറച്ചിന്റെയും കടമ്പയൊക്കെ കടന്ന് ഒരു നല്ല മനുഷ്യനായിട്ട് എന്നെ കൊണ്ട് ജീവിക്കാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് പറയുന്നത്, എന്റെ കർത്താവായ ഞാനാണ്, നിന്റെ സഹോദരനെ വിളിക്കാൻ നീ ആരാണ്? നമുക്ക് ആരെ വിളിക്കാനായിട്ട് കർത്താവ് ഒരു അധികാരവും തന്നിട്ടില്ല. സ്നേഹിക്കാൻ മാത്രമേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. വിധി കർത്താവിന്, അത് കർത്താവ് ചെയ്തോട്ടെ. അപ്പൊ നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം. എല്ലാവരെയും കുറിച്ച് ഇന്ന് മുതൽ, ഈ വ്യക്തി മുതൽ നന്മ പറയാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സെബാസ്റ്റ്യൻ പ്രത്യേക കാരുണ്യവും കൃപയും നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യദൈവനുമായ അവിടുന്ന് സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി. പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് അവതരിക്കുകയും അവിടുത്തെ രാജ്യത്തിന് അവസാനമാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരുടെ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന ദൈവത്തിന്റെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സ്നേഹനിധിയായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടേതായ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കാം. കാരണനിധിയായ ദൈവം നമ്മുടെ പ്രാർത്ഥന ശ്രമിച്ച് അവിടുത്തെ അനുഗ്രഹങ്ങൾ നമ്മൾ വിളിച്ചൊരുക്കണമേ എന്ന് ആത്മാർത്ഥമായി വിശ്വാസപൂർവ്വം നമുക്ക് യാചിക്കാം. പരിശുദ്ധനായ പിതാവേ, നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ എന്ന് യോഹന്നാൻ 17:11 അരുളി ചെയ്ത ദൈവമേ, അപകടങ്ങൾ നിറഞ്ഞ ഈ ലോകയാത്രയിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തിരുസഭയെ നയിക്കുകയും കാത്തു പരിപാലിക്കുകയും ചെയ്യുന്നതിനായി അങ്ങ് തിരഞ്ഞെടുത്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും സമസ്ത മെത്രാന്മാരെയും സന്യാസികളെയും അങ്ങയുടെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. അബ്ദസിദ്ധാന്തങ്ങളാൽ വശീകരിക്കപ്പെട്ട് സഭാ ജീവിതത്തിൽ നിന്നും
കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളെ ആധ്യാത്മികതയിലേക്കും തീക്ഷ്ണമായ വിശ്വാസത്തിലേക്കും ആനയിക്കാനും ആന്തരികവും ബാഹ്യവുമായ തിരുസഭ നേരിടുന്ന എല്ലാ ആക്രമണങ്ങളിൽ നിന്നും സഭയെ സംരക്ഷിച്ച് കരുത്തോടെ മുന്നോട്ട് പോകുവാനുള്ള കൃപാബലം ഇവർക്ക് നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ രാജ്യത്തിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കുമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ അധികാരികളെയും നേതാക്കന്മാരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അഴിമതിക്കും അക്രമത്തിനുമെതിരെ ദൈവിക നീതിയാൽ ജനങ്ങളെ നയിക്കുന്നതിനും സമാധാനത്തിനും ഐക്യത്തിനും രാജ്യത്തിന്റെ പുരോഗതിക്കായി പരിശ്രമിക്കുന്നതിനും എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനായ പിതാവേ, ഇന്നത്തെ തിരുനാളിലേക്ക് നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റി അംഗങ്ങളെയും ഇടവക സമൂഹങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിരന്തരമായി കർത്താവ് ചെയ്യുന്ന എല്ലാ ജോലികളിലും ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കുന്ന നിയമാവർത്തനം 11:15 ആഴ്ചയിലൂടെ ഞങ്ങളുടെ തിരുനാൾ ജീവിതയുടെ നല്ല നടത്തിപ്പിനായി അക്ഷീണം പരിശ്രമിക്കുന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഇടവക സമൂഹം മുഴുവനെയും അന്ന് കരുണയോടെ കരുതണമേ. പിതാവേ, അന്ന് ദൈവപുത്രനായിരുന്നിട്ടും അച്ഛന്റെ പണി ചെയ്തുകൊണ്ട് ജോലിയുടെ മാത്രം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നവയോ ഞങ്ങളുടെ നാമധാരിയായ വിശുദ്ധ ക്രിസ്ത്യാനോസിന്റെ തിരുനാൾ എല്ലാം ഭംഗിയായി നടത്തുവാൻ കൂട്ടായി പരിശ്രമിച്ച എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ക്രിസ്ത്യാനോസിന്റെ മധ്യസ്ഥം വഴി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അവരുടെ തകർച്ചകളിലും വിഷമങ്ങളിലും താങ്ങായി കൂടി ഉണ്ടാകുവാനും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നരുളി ചെയ്ത് ഉദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച പരമകാരുണികനായ ദൈവമേ, ഈ ലോകത്തിൽ നന്മ ചെയ്യുവാനായി അങ്ങ് നൽകിയ ആരോഗ്യവും കഴിവും സമ്പത്തും സമയവുമെല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കാതെ അങ്ങേ പക്കലേക്ക് യാത്രയായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മാപ്പ് നൽകി അവരെ നിത്യകിരീടം അണിയിക്കണമേ. ഇന്ന് ഇവിടെ അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയുടെ യോഗ്യതയാൽ ശുദ്ധീകരണ സ്ഥലത്ത് വേദനിക്കുന്ന ആത്മാക്കളെ മോചിപ്പിക്കണമെന്ന് ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനിധിയായ ദൈവമേ, അങ്ങേ മക്കളുടെ യാചനകൾക്ക് ദയാപൂർവം ക്ഷമിച്ചയക്കണം. ഞങ്ങൾ വിശ്വാസത്തോടെ അങ്ങയോട് യാചിക്കുന്നവർ അങ്ങയുടെ ഹിതമനുസരിച്ച് ഞങ്ങൾക്ക് തരണമേ. കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ.
സഹോദരരെ, നാം ഒന്നുചേർന്ന് അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുമേ. നമ്മുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അർപ്പിച്ച ഈ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങേ ആശീർവാദത്താൽ പവിത്രീകരിക്കണമെന്ന്
പ്രാർത്ഥിക്കുന്നു. അങ്ങേ സ്നേഹാഗ്നിയാൽ വിശുദ്ധ സെബസ്ത്യാനോസ് സകല ശാരീരിക പീഡനങ്ങളും ധരണം ചെയ്തുവല്ലോ. അതേ സ്നേഹാഗ്നി അങ്ങേ കൃപയാൽ ഞങ്ങളെയും ഉജ്ജ്വലിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യൻ ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോടുകൂടി നിരന്തരം ഭൂമിയിൽ അങ്ങേ ആരാധിച്ചുകൊണ്ട് സകല മാലാഖമാരോടും ഒന്നുചേർന്ന് ഞങ്ങളും അങ്ങേ വൈഭവം അവിരാമം ആനന്ദിക്കുന്നു. പരിശുദ്ധൻ
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് കൊടുക്കപ്പെട്ട സമരസായ പീഡകൾ സഹിച്ചപ്പോൾ ഒപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതു നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാതിരിക്കുന്നു എന്റെ ശരീരമാകുന്നു. പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തന്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ. ഇതു നിങ്ങൾക്ക് വേണ്ടി അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്ന അർഹനാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങൾ
പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അധ്യക്ഷനായ പീഠത്തിനോടും വൈദികണത്തോടും ഒത്ത് സഭയെ അകസ്നേഹത്തിന്റെ പൂർണ്ണത എത്തിക്കണമേ. ഉയർത്തിന്റെ പ്രത്യാശയോടെ ഞങ്ങളുടെ സഹോദരങ്ങളെയും അംഗീകാരത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യയുടെ അവസ്ഥയോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാൻ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക.
ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളെ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശുദ്ധ സ്വീകരണം ആമേൻ.
ഉണ്ടാകാനിടയുള്ള എല്ലാ തടസ്സങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുവാനും പണികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാനും സഹായിക്കണമേ. പരിശുദ്ധ മറിയമേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനയും കൂട്ടായിരിക്കണമേ. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ പുത്രൻ വഴി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വിശ്വാസവും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ തെളിച്ച കരുണയുടെ ജ്വാലയും അങ്ങയുടെ രാജ്യത്തിന്റെ വരവിനെക്കുറിച്ചുള്ള അനുഗ്രഹീതമായ പ്രത്യാശയും ഞങ്ങളിൽ ഉണർത്തണമേ. അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളെ സുവിശേഷത്തിന്റെ വിത്തുകളിലിരിക്കുന്ന തളരാത്ത കർഷകരായി രൂപാന്തരപ്പെടുത്തട്ടെ. പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായുള്ള ഉറച്ച പ്രതീക്ഷയിൽ ആ വിത്തുകൾ മാനവരാശിക്ക് മുഴുവൻ പ്രപഞ്ചത്തിനുള്ളിൽ രൂപാന്തരം പ്രാപിക്കട്ടെ. തിന്മയുടെ ശക്തി പരാജയപ്പെടുമ്പോൾ അങ്ങയുടെ മഹത്വം നിത്യമായി പ്രകാശിക്കുന്നു. സ്വർഗ്ഗത്തിന്റെ നിധികൾക്കായി കൊതിക്കുന്ന ജൂബിലിയുടെ കൃപ പ്രത്യാശയുടെ തീർത്ഥാടകരായ നമ്മിൽ ഉണരട്ടെ. അതേ കൃപ നമ്മുടെ രക്ഷകന്റെ സന്തോഷവും സമാധാനവും ഭൂമിയിൽ നിന്നും പരത്തട്ടെ. ഓ ഞങ്ങളുടെ ദൈവമേ, നിത്യഭാഗ്യമേ, അങ്ങേക്ക് നേരവും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, വിശുദ്ധ സെബസ്ത്യാനോസ് മാധ്യസ്ഥം വഴി ദൈവം തന്റെ അനുഗ്രഹം വഴിയാൽ ഒരു ദിവസം നമ്മുടെ ഏതൊക്കെ സ്പർശിക്കുകയായിരുന്നു. ഇന്ന് അതിന്റെ സമാപന ദിവസമായിരുന്നു. ദൈവം നമ്മളെ 7 വൈദ്യം നമ്മുടെ അയൽക്കാരെ അലങ്കരിക്കുവാൻ സഹായിച്ചു. എല്ലാ കാര്യങ്ങളും നന്നായി നടത്തുവാൻ നമ്മളെ സഹായിച്ച് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ദൈവത്തിന് നമുക്ക് നന്ദിയോടെ കാര്യങ്ങൾ കൊടുക്കും. ഇന്നേ ദിവസം ഈ പെരുന്നാൾ ദിനങ്ങളിലേക്ക് മുഖ്യഭാഗം നയിക്കുവാനിരുന്നത് നോട്ടീസ് നമ്മൾ അറിയിച്ചതുപോലെ പിതാവായിരുന്നു. എന്നാൽ വ്യക്തിപരമായി എമർജൻസി പിതാവ് വരുവാൻ സാധിച്ചില്ല. പക്ഷേ ദൈവം പറയട്ടെ, നമ്മുടെ അൽക്കാരെ അലങ്കരിച്ചത് ബിഷപ്പോസുകൾ റിസൈൻ ചെയ്യുന്ന താമസിക്കുന്ന 2 വൈദികരെ കൊണ്ടാണ് ആൾക്കാരെ അലങ്കരിക്കുന്നത്. നേതൃത്വം നൽകി ഭക്തിസാന്ദ്രമായ ഗാനരൂപത്തിൽ ദിവ്യബലി അർപ്പിച്ച് നമ്മുടെ മനസ്സിന്റെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ നമ്മെ സഹായിച്ചത് നമ്മുടെ രൂപതയിൽ മതബോധ വിഭാഗത്തിന് പുതിയ കാഴ്ചപ്പാടുകളും വ്യക്തമായ ദിശാബോധവും നൽകിക്കൊണ്ടിരിക്കുന്ന സിൽവദാസൻ അച്ഛനാണ്. ഞങ്ങളുടെ മെച്ചധാരി സന്യാസ സഭാ സമൂഹത്തിലെ അംഗം കൂടിയാണ്. രൂപതയിലെ പാലന ഹോസ്പിറ്റലിലെ ജോയിന്റ് കോർഡിനേറ്ററായി തന്റെ സേവനം തുടരുകയാണ്. അച്ഛൻ ജീവിതത്തെ ഒറ്റ വാക്കുകൾ ഒതുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കലപ്പില്ലാത്ത ആത്മീയതയുടെ ഒരു വ്യക്തിയുള്ളവരെയാണ് പദവിസികൾ.
ഞങ്ങൾ തമ്മിൽ ആത്മസുഹൃത്തുക്കളാണ്. അച്ഛനെ കുർബാനയ്ക്ക് വരുവാൻ വേണ്ടി പിതാവിന്റെ സൗകര്യം അനുസരിച്ച് സമീപിച്ചപ്പോൾ അച്ഛൻ ഒത്തിരി സ്നേഹത്തോടെ അത് സ്വീകരിച്ചു. നമ്മുടെ ഈ തിരുനാൾ കുർബാനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മെ അനുഗ്രഹിച്ചു. അച്ഛന്റെ ആ വലിയ മനസ്സിനും നല്ല മനസ്സിനും ഇടവകയുടെ പേരിൽ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾക്ക് വേണ്ടി വചനപ്രഘോഷണം നൽകിയത് പിതാവിന്റെ സെക്രട്ടറിയായ അതോടൊപ്പം തന്നെ കുന്നുകാട് പള്ളിയിൽ വിനായകമായി സേവനം ചെയ്യുന്ന നമ്മുടെ വിജീഷ് ഡെന്നീസ് അച്ഛനാണ്. അച്ഛനെ ആദ്യമായി ഞാൻ കാണുന്നത് കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ജനുവരി മാസം കത്തീഡ്രൽ പള്ളിയിൽ തിരുനാൾ ദിവ്യയിൽ അച്ഛന്റെ പ്രസംഗം പറയുമ്പോഴാണ് ഞാൻ ആദ്യമായി ശ്രദ്ധിച്ചത്. ഇന്നത്തെ ലോകത്ത് ഇപ്പോൾ ട്രെൻഡിൽ വെച്ച് അച്ഛനെ ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്: അച്ഛന്റെ സംസാരവും നടയും അച്ഛന്റെ പെരുമാറ്റവും എല്ലാം ഒത്തിരി വൈബ്സ് നൽകുന്ന രീതിയിലാണ് അച്ഛന്റെ പെരുമാറ്റം. അച്ഛൻ വളരെ ലളിതമായിട്ട് നമ്മളെ കുലുക്കിക്കൊണ്ട് ലാഭനഷ്ടങ്ങൾ നോക്കാതെ വിശുദ്ധനെ കൈപിടിച്ച് സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം കാത്തിരിക്കുന്നെന്ന് വ്യക്തമായ കാഴ്ചപ്പാടുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. അച്ഛനെ ഈ ദിവസം നമ്മൾക്ക് വേണ്ടി അച്ഛനാമത്തിൽ പറഞ്ഞു, പ്രസംഗത്തിൽ പറഞ്ഞു, നമ്മൾക്ക് ചില അസൗകര്യം കാരണം പല വൈദികരെ കൂട്ടുപിടിക്കേണ്ടി വന്നു. ഒന്നും കഴിയാതെ വന്നപ്പോഴാണ് അച്ഛൻ നല്ല മനസ്സോടുകൂടി നമ്മോടൊപ്പമായി സമ്മതിച്ചത്. അച്ഛന്റെ ആ വലിയ മനസ്സ്, നല്ല മനസ്സ്, അച്ഛൻ വ്യക്തമായ ഭക്തിസാന്ദ്രമായ വാക്കുകൾക്കും ഇടവകയുടെ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇന്ന് നമ്മുടെ തിരുനാൾ ദിനത്തിൽ നമ്മോടൊപ്പം പ്രാർത്ഥനകളും സാന്നിധ്യവും നമ്മുടെ അൽത്താരയെ അലങ്കരിച്ച മറ്റ് സഹവൈദികരുണ്ട്. ഒന്നാം ദിവസം നമ്മൾക്ക് വേണ്ടി വചനപ്രഘോഷണം നടത്തിയ ഞങ്ങളുടെ സഭാംഗമായ ജോസച്ചൻ, പാളയപ്പള്ളിയിൽ നിന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന ഫാദർ പോൾ, മുടപ്പല്ലൂർ ഡീപോൾ ഭവനിലെത്തിയ നമ്മുടെ ഇവിടെ സഹായിക്കുവാൻ ഇവിടെ എത്തുന്ന രാജു അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. പേരുകൊണ്ടും നാമകൊണ്ടും നെല്ലിയാമ്പതി വികാരിയാണെങ്കിലും കർമ്മങ്ങളുടെ കൂടെ നമ്മളെ സഹായിക്കുന്ന ഫ്രാൻസിസ് അച്ഛനുണ്ട്. മൊത്തം 7 വൈദികരാൽ നമ്മുടെ ആൽത്താരയിൽ അലങ്കരിക്കുന്നത്. ബൈബിൾ ഭാഷയിൽ 7 സംഖ്യ പൂർണ്ണതയുടെ സംഖ്യയാണ്. അവരുടെ സാന്നിധ്യവും പ്രാർത്ഥനയും കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച് ഈ വൈദികർക്കും ഇടവക നാമത്തിൽ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം അതിമനോഹരമാക്കുവാൻ നമ്മൾ ഒത്തൊരുമിച്ച് നമ്മെ സഹായിച്ച ഒത്തിരി നല്ല മനസ്സുകളുണ്ട്. ആദ്യമായി നമ്മുടെ അൽത്താരയിൽ പൂക്കൾ ഭംഗിയായി അലങ്കരിച്ച് നമ്മുടെ ഇടവകയിൽ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സിസ്റ്റേഴ്സ്, ജോസഫ് യുവക്കരുടെ ഭവനിൽ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ ക്ലെയർ, സിസ്റ്റർ അൽഫോൻസ, ഒപ്പം അവധി സമൂഹമായി സിസ്റ്റർ ഷൈനി എഫ്എം, അതോടൊപ്പം തന്നെ അൽത്താര ബാലന്മാർ മെൽവിൻ ചേട്ടൻ, നമ്മളെ ഇന്ന് 3 ദിവസവും നല്ല ഗാനങ്ങൾ ആലപിച്ച് നമ്മൾ സഹായിച്ച് ലിറ്ററി മനോഹരമാക്കിയ കൊയർ ഗ്രൂപ്പുണ്ട്. ഇന്നലെ പൂക്കാലിൽ നമ്മെ സഹായിച്ച് യൂണിറ്റിൽ എത്തിയ നല്ല മനസ്സുണ്ട്. അവരോടൊപ്പം നമ്മെ സഹായിച്ച യുവജനങ്ങളുണ്ട്. നമുക്ക് ശബ്ദം വിളിച്ചു നൽകുന്ന സൗണ്ട് സിസ്റ്റം ഷഫീർ ഗ്രൂപ്പ്, നടത്തിപ്പിനായി സഹകരിച്ച പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ്, തിരുനാൾ കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളുണ്ട്. ഇതിൽ ഒന്നപ്പെടാത്ത ചില വ്യക്തികൾ നമ്മോടൊപ്പം സഹായം നൽകിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് വിശുദ്ധ നിരൂപണ വാഹനം അലങ്കരിക്കുവാൻ തയ്യാറാക്കിയ വ്യക്തികൾ അഗസ്റ്റിൻ റിവേറോ, ഡഗ്ലസ്, ജോ അറൈക്കൽ, ജോയി ചെറുതാകത്ത്, സാജു നിലപ്പിൽ, റോയ് തച്ചുതല,
ഡിമല്ലോ, ഒന്നാമത്തെ ഇവരോടൊപ്പം ആത്മാർത്ഥമായി സഹകരിച്ച എല്ലാ നല്ല മനസ്സുകൾക്കും ഇടവകയിൽ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞാൽ നമ്മൾ പ്രദേശത്തിന് വേണ്ടി പോവുകയാണ്. ഇപ്രകാരമായിരിക്കും. ആദ്യ പുരുഷന്മാരൻ, തുടർന്ന് തിരികെ അധാരവാദന്മാർ, തുടർന്ന് കാറ്റഗിസം വിഭാഗത്തിലെ കുട്ടികൾ ടീച്ചേഴ്സും, തുടർന്ന് സ്ത്രീകൾ പുരുഷന്മാർ, അതിനുശേഷം വിശുദ്ധ രൂപം വഹിച്ചുകൊണ്ടുള്ള പേര് എന്നായിരിക്കും. ഈ പ്രൊസഷൻ നിയന്ത്രിക്കുന്ന ക്രമം ഇങ്ങനെയായിരിക്കും നിയന്ത്രിക്കേണ്ടത്. ഫ്രണ്ടിൽ നമ്മുടെ പ്രശ്നം നിയന്ത്രിക്കുന്ന രണ്ടുപേര് ജോസ് ഒന്നോത്ത് ബാബുദർ, ട്രാഫിക് നിയന്ത്രിക്കുന്നവർ വാട്സ് ബെൻസ് KCOയിലെ യുവജനമായിരിക്കും. വാക്സിൻ ജയിക്ക് മാളിയേക്കൽ നിങ്ങളും ഒന്നാമത് നമ്മുടെ വിശുദ്ധ രൂപത്തിലുള്ള ഭാഗത്തോട് ചേർന്ന് സഞ്ചരിക്കുന്നത് ആകർഷിക്കുന്ന പേരോ ജോലിച്ചുള്ളാറ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന സാജു ചെറുപ്പാട്. മറ്ററിയിപ്പുകൾ അടുത്തയാൾ സ്ഥിതിവിൽ നേതൃത്വം നൽകിയത് കാറ്റഗിസം യൂണിറ്റ് ആണ്. കഴിഞ്ഞ റിസോഴ്സ് കാൽസ് 5270 രൂപ. നമ്മുടെ പാരമ്പര്യം പോലെ അനുഷ്ഠിക്കുന്നത് പോലെ പെരുന്നാൾ കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മുടെ മനുഷ്യരെ നമ്മുടെ വ്യക്തിത്വമായി ആഘോഷിക്കുന്ന ഒരു കുർബാന, മനുഷ്യർക്ക് വേണ്ടി കുർബാനയാണ്. നാളെ 10 പോലെ 6 മണിക്കായിരിക്കും കുർബാന. അതിനുശേഷം നമ്മൾ സെമിത്തേരിയിൽ ചെന്ന് പൊതുവായിട്ടുള്ള ഓഫീസ് തുടങ്ങുന്നതായിരിക്കും. നമ്മൾ തിരുനാൾ വിനോദമായിട്ട് മുന്നോടിയായിട്ട് നമ്മുടെ പള്ളിയും അതോടൊപ്പം ചേർന്ന് സെമിത്തേരി വൃത്തിയാക്കുന്നതായി. നാളെ കുർബാനയ്ക്ക് മരിച്ചുപോയ നമ്മുടെ സ്നേഹിക്കുന്നവർ നേരെ തുറന്ന് ബന്ധപ്പെട്ട കുഴിമാടങ്ങൾ വൃത്തിയാക്കി അലങ്കരിക്കുന്നത് ഉചിതമായിരിക്കും. നമ്മുടെ ഇടവകയിൽ ഷാജു ഷാലം എന്ന ഗ്രൂപ്പ് 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു മെഡിക്കൽ അലവൻസ് അനുവദിച്ചിട്ടുണ്ട്. ഇതുമായി വിശദ വിവരങ്ങൾക്കായി ഷാജു ഷാലോമിനെ സമീപിക്കുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ആദിസ്ഥം തിരുസഭയിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുള്ളതാണ്. ഇവിടെ ഓരോ ബുധനാഴ്ചയും വിശുദ്ധന്റെ ആദിസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരി വിശ്വാസികളുണ്ട്. ഒരു വിശ്വാസിയുടെ അനുഭവ സാക്ഷ്യങ്ങളുടെ ശ്രദ്ധേയമാണ്. നമുക്ക് ഇത് ജോസഫിനെ കൊണ്ട് വായിച്ച് കേൾക്കാം. വിശുദ്ധ സെബസ്ത്യാനോസിനാണ് 2 വർഷമായി ഡയാലിസിസ് ചെയ്തു വരുന്ന എനിക്ക് അനുയോജ്യമായ കിഡ്നി ലഭിക്കുകയും സാമ്പത്തിക പരാധീനത മറികടക്കുവാൻ ഈശോയുടെ കൃപ നേടിത്തരികയും ട്രാൻസ്പ്ലാന്റ് പൂർത്തീകരിച്ച് ഇക്കഴിഞ്ഞ 1 വർഷമായി അതേ തുടർന്നുള്ള വിവിധതരം ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ 9 ആഴ്ചകൾ വിശുദ്ധന്റെ നൊവേന കൂടി മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എല്ലാ ആവശ്യവും സാധ്യമാവുകയും ചെയ്തു. ഇതേ കാലഘട്ടത്തിൽ സ്വന്തമായി ഒരു ഭവനം യാതൊരു തടസ്സവും കൂടാതെ പൂർത്തീകരിച്ചു ലഭിച്ചു. ഇനിയും ധാരാളമായി ഇവിടെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നൊവേന കൂടി പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ വിശ്വാസികൾക്ക് വിശുദ്ധൻ വഴി ധാരാളമായ അനുഗ്രഹങ്ങൾ സാധ്യമാകുവാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. മുതലപ്പാറയിൽ നിന്ന് അങ്ങയുടെ എളിയ ഒരു വിശ്വാസം. നമ്മുടെ അൽഭരി പൂക്കൾ ചെലവഴിക്കുവാൻ 2 സ്റ്റാൻഡ് നമുക്കായി ചെയ്തിട്ട് 5 പേർക്ക് ആത്മാർത്ഥമായി നന്ദി. പരീക്ഷ പോകുന്ന വഴിക്ക് നമുക്കായി ആരും വെള്ളം തുറന്നു വീഴുമ്പോൾ വെള്ളം വേണ്ടി ആവശ്യമില്ല.
ശാലും ഗ്രൂപ്പ് അത് നമുക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. പരീക്ഷ തിരിച്ചു വരുന്ന വഴി പകുതി വഴി തീർച്ചയായിട്ട് പോകരുത്. അത് കഴിഞ്ഞാൽ നമുക്ക് വിശുദ്ധ ആശീർവാദം തുടർന്ന് സ്നേഹങ്ങളുണ്ടാകും. എല്ലാവരും ആസ്വദിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. വിനോദച്ച പ്രിയ മാതാപിതാക്കളെ, സത്യസോദരന്മാരെ, മക്കളെ, ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ വൈദികർക്കും നെന്മാറ ഇടവ കുടുംബത്തോടൊപ്പം ആയിരുന്നുകൊണ്ട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഈ തിരുനാൾ ആഘോഷിക്കുന്നതിന് സ്നേഹപൂർവ്വം ഈ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാവർക്കും നേരുന്നു. അതോടൊപ്പം തന്നെ അഭിനന്ദൻ പിതാവിന്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും അനുഗ്രഹങ്ങളും നമുക്ക് നേരുകയാണ്. പിതാവ് പറഞ്ഞു, പിതാവിന്റെ ആഗ്രഹം അനുസരിച്ചാണ് നമ്മൾ 16-ാം തീയതി തിരുനാൾ തന്നെ വെച്ചത്. പ്രത്യേക സാഹചര്യങ്ങളിൽ പിതാവ് നാളെ ദിവസത്തെ എത്തേണ്ടതുകൊണ്ടാണ് പിതാവ് ഉച്ചയ്ക്ക് തന്നെ അങ്ങോട്ട് യാത്രയായി. അപ്പോൾ പിതാവ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഇന്ന് പിതാവിന്റെ മെത്ര അഭിഷേക ദിനമാണ്. പിതാവ് മെത്രാനായ ദിവസം നമുക്കൊരു നിമിഷം പിതാവിനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുതിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്നേഹനിറഞ്ഞവരെ, ഈ തിരുനാൾ മനോഹരമാക്കുവാനായിട്ട് എല്ലാം വളരെ അടുക്കും ചിട്ടയോടുകൂടി അത് നല്ല രീതിയിൽ തന്നെ ആരാധനാക്രമങ്ങളെല്ലാം ക്രമപ്പെടുത്തി എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്ന വിനോദച്ചനെ നിങ്ങളെല്ലാവരുടെയും പേര്, അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞു. നിങ്ങളെല്ലാവരുടെയും പേരിൽ അച്ഛന് സ്നേഹവും നന്ദിയും കരങ്ങളടിച്ച് നമുക്ക് അറിയിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ആത്മധൈര്യം അദ്ദേഹത്തെ അങ്ങേ ശുശ്രൂഷയിൽ വിശ്വസ്തനും പീഡാസഹനത്തിൽ വിജയുമാക്കി തീർത്തുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ അതേ ആത്മധൈര്യം ഞങ്ങൾക്കും പ്രദാനം ചെയ്യുവാൻ ഇടയാക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ വിസ്മയനീയമായ മാധ്യസ്ഥത്താൽ പരിപുഷ്ടരാകാൻ നിങ്ങളെ അനുവദിച്ച വിശുദ്ധരുടെ മഹത്വവും പുകഴ്ചയുമായ ദൈവം നിത്യമായ ആശീർവാദത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധരുടെ മാധ്യസ്ഥത്താൽ ഇപ്പോഴുള്ള തിന്മകളിൽ നിന്ന് മോചിതരാകുകയും വിശുദ്ധമായ ജീവിത മാതൃകയാൽ പ്രബോധിതരാകുകയും ചെയ്ത നിങ്ങൾ ദൈവത്തിന്റെയും സഹോദരരുടെയും ശുശ്രൂഷയിൽ എപ്പോഴും വ്യാപൃതരായി കാണപ്പെടുവാൻ ഇടയാകുമാറാകട്ടെ. വിശുദ്ധ സഭ നിത്യമായ സമാധാനത്തിൽ സന്തോഷിക്കുമ്പോൾ തന്റെ മക്കളായ നിങ്ങളെ സ്വർഗീയ വിശുദ്ധരോടൊന്നിപ്പിക്കുവാൻ ആ പിതൃരാജ്യത്തിൽ അവരോടൊപ്പം ഈ സന്തോഷം സ്വായത്തമാക്കുവാൻ നിങ്ങൾക്ക് ഇടയാകുമാറാകട്ടെ.
സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോയി ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു